വീണ്ടും ഒരു അവധിക്കാലം. പരീക്ഷകളുടെയും അസൈൻമെന്റുകളുടെയും ഭാരമൊഴിഞ്ഞ് മനസ്സ് നിറയെ ചിരിയും മടുക്കുവോളം കളിയുമായി ഒരു അവധിക്കാലം കൂടി വരവായി. നമ്മുടെയെല്ലാം കുട്ടിക്കാലത്ത് അവധിക്കാലം എന്നത് കളിയുടെയും ചിരിയുടെയും കാലഘട്ടമാണ്. എന്നാൽ ഇന്നത്തെ അവധിക്കാലം സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാം. സത്യത്തിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അവധിക്കാലമുണ്ടോ? ഊഞ്ഞാലാടിക്കളിയും മൈതാനത്തിലെ കളിയും കണ്ണുപൊത്തി കളിയുമെല്ലാം ഇന്ന് മൺമറഞ്ഞു പോയി. വ്യാപിക്കുന്ന മൊബൈൽ ഫോണിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം നമ്മുടെ കുഞ്ഞുങ്ങളെ അന്ധകാരത്തിന്റെ മറ്റൊരു ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. പരീക്ഷയുടെ ചൂട് മാറി കഴിയും മുമ്പേ കോഴ്സുകളുടെ ലോകം അവരെ മാടി വിളിക്കുന്നു. വേനലവധി കോഴ്സുകൾ എന്ന പുറംചട്ടയുമായി സ്പോക്കൺ ഇംഗ്ലീഷ്, വയലിൻ, കരാട്ടെ, കളരി അങ്ങനെ തുടങ്ങിയ നിരവധി കോഴ്സുകളാണ് അണിനിരക്കുന്നത്. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സമ്മർദ്ദത്തിൽ അവരെല്ലാവരും ഓരോ കോഴ്സുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. സത്യത്തിൽ ഇതാണോ നമ്മുടെ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന വേനലവധിക്കാലം? ഒരിക്കലുമല്ല. വെയിലേറ്റു വാടാതെ പകൽ സമയങ്ങളിൽ നമുക്ക് പുസ്തകങ്ങൾ കൂട്ടുപിടിക്കാം. ശേഖരിക്കുന്ന പുസ്തകങ്ങളെ ചേർത്ത് വെച്ച് വീട്ടിൽ തന്നെ ഒരു ഗ്രന്ഥശാല തുടങ്ങാം. പുസ്തകങ്ങളിലെ കഥകൾ കുഞ്ഞനിയന്മാർക്കും അനിയത്തിമാർക്കും പകർന്നു നൽകി അവരുടെ അറിവുകൾ വർദ്ധിപ്പിക്കാം. അങ്ങനെ ഭാഷാജ്ഞാനവും വർദ്ധിപ്പിക്കാം. വേനൽ അവധിക്കാലം എന്നുള്ളത് ഒരു യാത്രയുടെ കാലഘട്ടം കൂടിയാണ്. പുതിയ പുതിയ യാത്രകൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഊർജ്ജസ്വലതയേകുന്നു. യാത്രയിൽ നിന്ന് കിട്ടുന്ന അറിവ് നിസ്സാരമല്ല. കൊച്ചിയിലോ കൊടൈക്കനാലിലോ ഊട്ടിയിലോ തന്നെ പോകണമെന്നില്ല അതിന്. നമ്മുടെ മാതാപിതാക്കൾക്കൊപ്പവും നമ്മുടെ അനിയത്തിമാർക്കും അല്ലെങ്കിൽ അനിയന്മാർക്കൊപ്പവും ചെയ്യുന്ന ചെറിയ ചെറിയ യാത്രകൾ നമുക്ക് പുതിയ പുതിയ അറിവുകൾ നൽകുന്നു. ഈ വേനൽ അവധിക്കാലത്ത് നമുക്ക് നമ്മുടെ മുത്തശ്ശനെയും മുത്തശ്ശിയും കാണാൻ പോകണ്ടേ? അവരെല്ലാം കഥകളുടെയും അറിവിൻ്റെയും അനുഭവങ്ങളുടെയും നിലവറകളാണ്. അവരുമൊത്തുള്ള നിമിഷങ്ങൾ നമുക്കൊരു പുതിയൊരു ഊർജ്ജസ്വലത തന്നെ നൽകുന്നു. അവരിൽ നിന്നും നമുക്ക് ഒരുപാട് അറിവുകൾ പകർന്നു നൽകും. പുതിയ പുതിയ കളരികളും പഠന കളരികളും ക്യാമ്പുകളും ഇന്ന് നമ്മുടെ കുട്ടികളുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ ഒരുപാട് ഇന്നുണ്ട്. അതിലോട്ടും അവരെ പറഞ്ഞയച്ച് അവരുടെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാം. പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ പുതിയൊരു വിദ്യാർത്ഥിയായി അവരെ നമുക്ക് സ്കൂളിലോട്ട് അയക്കാം. അതിനവരെ ഒരുക്കേണ്ടത് അധ്യാപകരുടെയും നമ്മൾ മാതാപിതാക്കളുടെയും കർത്തവ്യമാണ്. ഒരിക്കൽ കൂടി നമ്മുടെ കുട്ടികളുടെ മനസ്സുകളിലെ സമ്മർദ്ദം നീങ്ങി പുതിയൊരു സന്തോഷത്തിൻ്റെ വേനലവധിക്കാലം അവർക്ക് നേടാൻ കഴിയട്ടെ എന്ന് ഒന്നുകൂടി നമുക്ക് അതിനായിട്ട് ശ്രമിക്കുകയും ചെയ്യാം.